ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയാണ്. എന്താണെന്നല്ലേ, ഇതല്ല, അതിൻ്റെ അപ്പുറത്തൊരു ബോക്സ് കണ്ടോ? ആ ബോക്സിലാണ് ഞാൻ പറഞ്ഞ സാധനം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. മനസ്സിലാകാത്തവർക്കായിട്ട് ഞാനത് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റായിട്ട് പിടുത്തം കിട്ടും എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാ, നാട്ടിൽ പോയിട്ട് വരുമ്പോൾ എന്നും അമ്മ തന്നായിരിക്കും. വെക്കേഷന് പോയിട്ട് വരുമ്പോൾ ഇതുപോലെ ഇരുമ്പമ്പുളി. ഇത് ഫ്രോസൺ ഇരുമ്പമ്പുളിയാണ് കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കി എടുത്തതാണ് ഞാൻ. ഇത് ശരിക്കും ഇങ്ങനെ നമുക്കൊരു ഒടിച്ചെടുക്കാം, ആ പരുവത്തിനാക്കിയിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നാട്ടിൽ പോയി വന്നപ്പോൾ അമ്മ ഇരുമ്പമ്പുളി തന്നയച്ചു. അപ്പം ഞാൻ അപ്പോഴേ അമ്മോട് പറഞ്ഞു, അമ്മേ ഇത് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ചീച്ച് കളയാനേ പറ്റുള്ളൂ. എനിക്കിപ്പോൾ എല്ലാ കറിയിലും ഇടില്ല. മെയിനായിട്ട് കൊണ്ടുവരുന്നത് തന്നെ മത്തി കറി വയ്ക്കുമ്പോൾ ഇടാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് മത്തി കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ ഇത് ചീഞ്ഞ് പോയിണ്ടാവും, അല്ലെങ്കിൽ ഇതുള്ള സമയത്ത് മത്തിയൊട്ട് കിട്ടൂല. അങ്ങനത്തെ അവസ്ഥ. പിന്നെ പച്ചക്കറിയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ പച്ചക്കറിയുടെ കറികളിലൊക്കെ ഇടുന്നതിനൊരു പരിധിയുണ്ട്. അതുപോലെ ഉപ്പിലിട്ടിട്ടും അച്ചാറിലിട്ടിട്ടൊന്നും കഴിക്കാൻ ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ പുളിയും കൂടി ആ വെള്ളത്തിലേക്ക് ഇറങ്ങി പിന്നെ ഇതിന് പുളിയില്ലാണ്ടാവും. പിന്നെ ഇതെടുത്ത് നമുക്ക് ഈ ഒരു മീൻകറി വെക്കുമ്പോൾ അതിലേക്ക് ഇടാനും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയാവും. അപ്പോൾ അമ്മ പറഞ്ഞു എന്നോട്, എന്നൊരു കാര്യം ചെയ്യും, ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ നീ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിലിങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് നിരത്തിയിട്. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ചുവട്ടിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് ഇതുപോലെ തന്നെ തട്ടിലോ പേപ്പറിലോ അങ്ങനെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടും എന്ന് പറഞ്ഞു. നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുപ്പും പാതിമ്പുറമൊക്കെ ഉണ്ടല്ലോ, അതിലിട്ടിട്ട് വേണമെങ്കിൽ ഉണക്കിയെടുക്കാം. ഇത് എല്ലാ സമയത്തും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് കിട്ടാത്ത സമയത്ത് മീൻകറിയിലൊക്കെ ഇടാൻ വേണ്ടി അങ്ങനെ ഉണക്കി വെക്കാം. അപ്പോൾ ഞാനിത് ഗ്യാസിൻ്റെ ചുവട്ടിലൊന്നും വയ്ക്കാൻ നിന്നില്ല. ഈ ഒരു ഫ്രീസറിൽ തന്നെ ഒരു 2 ആഴ്ചയോളം വെച്ചു. എന്നിട്ട് നന്നായിട്ട് ഇത് ഈ ഒരു പരുവായപ്പോൾ ഈ ഒരു ബോക്സിലിട്ട് വയ്ക്കുക ചെയ്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിനെടുത്ത് നേരെ അത് കറിയിലേക്ക് ഇടാം, അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ മീനൊരു ദിവസം മത്തി കിട്ടി. അപ്പോൾ അത് മുളക് ചാറാണ് വെച്ചത്. അപ്പോൾ അതിലേക്കും ഞാൻ ഇട്ട് കൊടുത്തു. എനിക്ക് നാളികേരം അരച്ചിട്ടുള്ള മീൻകറിയാണ് ഇഷ്ടം, അതിലിടാനാണ് താല്പര്യം. പക്ഷേ ഹസ്ബൻഡിന് ഇങ്ങനെ മുളക് ചാറ് വയ്ക്കുന്നത് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആ മുളക് ചാറിലേക്ക് ഈ ഒരു ഇരുമ്പമ്പുളി എടുത്തിട്ടു. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ട് നല്ലോണം വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തിട്ട് അത് ഫ്രീസറിൽ ഇങ്ങനെ നിരത്തിയിടുന്നത്. ന്യൂസ് പേപ്പറിൽ നിരത്തിയിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതൊന്നിങ്ങനെ കട്ടിയായിട്ട് വരുമ്പോഴേക്കും അത് ന്യൂസ് പേപ്പറിൽ നിന്ന് ഇങ്ങനെ വിടിയിച്ചിടണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും നമ്മൾ എടുക്കാൻ നേരത്തെ. അപ്പോൾ അതൊക്കെ കിട്ടുകയില്ല ഇരുമ്പമ്പുളിയും വന്ന്. അപ്പോൾ ആ മഷൊക്കെ അതിൽ പിടിക്കുമല്ലോ, അതുകൊണ്ട്. പിന്നെ നേരെ അത് കറിയിലേക്ക് എടുത്തിടുക ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെയാണ് കറിവേപ്പില, മല്ലിയില, പുതിനയിലൊക്കെ സൂക്ഷിക്കുക കേട്ടോ. കറിവേപ്പില ആ തണ്ടുമ്പന്ന് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് നന്നായി കഴുകി വെള്ളമൊക്കെ ഒപ്പിയിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി അടച്ച് ഫ്രീസറിൽ വയ്ക്കും. ഇത് നമ്മൾ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ചൂട് തട്ടിയിട്ട് ഇതിൻ്റെ സാധാരണ കളറിലേക്ക് വരും കേട്ടോ, നല്ല പച്ച കളറിൽ. പിന്നെ അത് കഴുകി നല്ല വൃത്തിക്ക് ഇരിക്കുന്ന കറിവേപ്പിലിന് പൊടിയൊന്നും ഇല്ലെങ്കിൽ കഴുകിയില്ലെങ്കിലും സാരിലെ കുപ്പിയിലിട്ട് വെച്ചിട്ട് നമ്മൾ എടുക്കാൻ നേരത്ത് കഴുകി യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.